ലോകത്തിലെ പല ക്ഷേത്രങ്ങൾക്കും നിങ്ങളുടെ സമയത്തെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഈ ജന്മത്തിൽ ചെയ്തു പോകുന്ന പല കാർമിക് പാറ്റേൺസ് പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ജന്മത്തിന് മുൻപുള്ള കഴിഞ്ഞ പല ജന്മങ്ങളും നിങ്ങൾ ചെയ്തു വന്ന കർമ്മങ്ങൾ, അതിൻ്റെ എല്ലാം ഫലം ചിലപ്പോൾ ഇന്നോ നാളെയോ വരുന്ന വർഷങ്ങളിലോ ആയിരിക്കും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യണം, അതിനെ സോൾവ് ചെയ്യണം, അതിന് പുറത്തു വരണം എന്ന് ആഗ്രഹിച്ചാലും അതിന് പ്രത്യേകിച്ചൊരു സൊല്യൂഷനും ലോകത്ത് പലവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ സ്പെസിഫിക്കായി പറയുകയാണെങ്കിൽ ജ്യോതിർലിംഗങ്ങൾക്ക്, ഇത്തരം ക്ഷേത്രങ്ങൾക്ക്, ഇത്തരം ശിവലിംഗങ്ങൾക്ക് നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ കാർമിക് ലൂപ്പുകളെ സ്വാധീനിക്കാൻ സാധിക്കും. പല ജന്മങ്ങൾക്ക് മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഇഫക്റ്റുകൾ നിങ്ങൾക്ക് വരാതെ സംരക്ഷിക്കാൻ സാധിക്കും. അതിൽപ്പെടുന്ന വൺ ഓഫ് ദ ജ്യോതിർലിംഗമാണ് രാമേശ്വരത്തിലുള്ള ഒരു ജ്യോതിർലിംഗം. അത് നിങ്ങളുടെ കർമ്മത്തെയും സമയത്തെയും സ്വാധീനിക്കുന്ന രീതി വളരെ മനോഹരവും നിഗൂഢവുമാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ ശക്തികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പണ്ട് മുതലേ ആ ക്ഷേത്രം എങ്ങനെ നിലവിൽ വന്നു എന്ന് പറയുന്ന പുരാണ കഥയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്. രാമേശ്വരം ഓഫ് കോഴ്സ് രാമനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയുമായിരിക്കും, രാവണനെ തോൽപ്പിക്കാൻ വേണ്ടി ലങ്കയിലേക്ക് പോകുന്നതിന് മുൻപ്, രാമസേതു പണിയുന്നതിന് തൊട്ട് മുൻപായിട്ട് രാമൻ തൻ്റെ സ്വന്തം കൈകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ലിംഗമാണ്, 12 ജ്യോതിർലിംഗങ്ങളിൽ ഒരു ലിംഗമാണ് രാമേശ്വരത്തുള്ളത്. ഇവിടെ നമുക്ക് മറ്റൊരു ആംഗിളിലൂടെ ഇതിനെ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയുന്ന കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിനെ ഒരു യോഗിക് പേഴ്സ്പെക്റ്റീവിലൂടെ സമീപിക്കുക, മറ്റൊരു ആംഗിളിലൂടെ നോക്കുക. രാവണൻ എന്ന് പറയുന്ന ഒരാൾ സൈക്കിളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. ഹീസ് ഗോയിങ് ത്രൂ എ കാർമിക് ലൂപ്പ്. ആർക്കും രാവണനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം ആൾക്ക് കിട്ടിയിരിക്കുന്ന പലതരത്തിലുള്ള വരദാനങ്ങളാണ്. കീഴ്പ്പെടുത്താൻ അടുത്തെത്തുന്നുണ്ട്, പലരും തോൽപ്പിക്കുന്നതിൻ്റെ റേഞ്ചിൽ എത്തുന്നുണ്ട്. പക്ഷേ രാവണന് കിട്ടിയ ചില വരങ്ങൾ കാരണം അത് നടത്താൻ സാധിക്കില്ല. പിന്നെ കിട്ടിയിരിക്കുന്ന ഒരു ശാപമാണ്, സ്ത്രീയിലൂടെ നിന്റെ മരണം സംഭവിക്കും. അതുപോലെ തന്നെ നടക്കുന്നുമുണ്ട്. പക്ഷെ ഇവിടെ ഹീസ് ഇൻ എ കാർമിക് ലൂപ്പ്. ഒരു സ്ഥലം കണ്ടുപിടിക്കുക, അതിനെ തോൽപ്പിക്കുക, ജയിക്കുക, കണ്ടുപിടിക്കുക, തോൽപ്പിക്കുക, ജയിക്കുക. പിന്നെ ഒരുപാട് തരത്തിലുള്ള മോശമായ പ്രവൃത്തികളും ശീലങ്ങളും ഉണ്ട്. ഹീസ് കണ്ടിന്യൂസ്ലി ഗോയിങ് ത്രൂ എ ലൂപ്പ്. വളർച്ചയുണ്ട്, ഞാൻ അവിടെ തോൽപ്പിച്ചു ഇവിടെ തോൽപ്പിച്ചു എന്നൊക്കെ രാവണൻ പറഞ്ഞാലും ഒന്ന് നിരീക്ഷിച്ചാൽ ഈ ജയിക്കുന്നതും തോൽക്കുന്നതും തോൽപ്പിക്കുന്നതും കടത്തിക്കൊണ്ടുവരുന്നതും ഇതെല്ലാം ഒരു ലൂപ്പാണ്. ഇറ്റ്സ് എ കാർമിക് ട്രാപ്പ്. അസുരനാണ്. അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് മനുഷ്യനും അസുരനും എല്ലാവർക്കും സംഭവിക്കുള്ളൂ. നമ്മളൊരു കാർമിക് ലൂപ്പിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഈ ലൂപ്പിന് മറ്റൊരു ദോഷമുണ്ട്, രാവണനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കാർമിക് ലൂപ്പ് കൂടെ അവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നു, അതിനെ തോൽപ്പിക്കുന്നു, ജയിക്കുന്നു. ഇതാണ് ഇവിടെ വർക്കാവുന്ന സൈക്കിൾ. ഈ സൈക്കിളിൻ്റെ കുഴപ്പം എന്താ? രാവണന് അത് ദോഷമാണ്, അല്ലാതെ മറ്റുള്ളവർക്കൊരു ദോഷമുണ്ട്. എപ്പോഴും ഈ അസുരൻ ജയിച്ചുകൊണ്ടേയിരുന്നാൽ, ഈ സൈക്കിൾ വർക്കായിക്കൊണ്ടേയിരുന്നാൽ പിന്നെ എങ്ങനെയാണ് ഈ അസുരൻ മരിക്കുക? എങ്ങനെയാണ് അവൻ കാരണം ക്രിയേറ്റ് ആവുന്ന എല്ലാ ഒരു പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുക? എങ്ങനെ അസുരനെ കൊല്ലാൻ സാധിക്കുക? എപ്പോഴും ഈ സൈക്കിൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, വരം കിട്ടിയെന്ന് പറഞ്ഞ് ഒരിക്കലും മരിക്കാതിരുന്നാൽ, ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റാതായാൽ പിന്നെ എങ്ങനെയാണ് ഈ ലൂപ്പിൽ നിന്നും ജനങ്ങളും ദേവന്മാരും രക്ഷപ്പെടുക? ഇതാണ് ഞാൻ പറയുന്ന കാർമിക് ലൂപ്പ്. സോ ഹീ ഈസ് എ സൈക്കിൾ, ഹീ ഈസ് എ ലൂപ്പ്. രാവണൻ എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്. പ്രപഞ്ചത്തെ മുഴുവനും സ്വാധീനിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാർമിക് ലൂപ്പ്. രാമൻ രാവണനെ വധിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെറ്റഫർ, ഒരു കാവ്യാത്മകമായി പറയുന്നത് രാമൻ അവതാരം എടുത്തിരിക്കുന്നത് ഈ ലൂപ്പിനെ നശിപ്പിക്കാനാണ്. പ്രപഞ്ചത്തിൽ നിന്നും ഈ കാർമിക് ലൂപ്പിനെ മുക്തി നൽകാൻ വേണ്ടിയിട്ടാണ്, അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ഈ അസുരൻ്റെ സ്വാധീനത്താൽ ലോകവും പല ലോകങ്ങളും കഷ്ടപ്പാടിലാണ്. ഈ ലൂപ്പിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ് രാമൻ അവിടെ അവതാരം എടുത്തിരിക്കുന്നത്. പക്ഷേ യുദ്ധത്തിന് പോകുന്നതിന് മുൻപായിട്ട് ജ്യോതിർലിംഗത്തിലൂടെ ശിവനെ പ്രത്യക്ഷപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? ശിവൻ ആരാണ്? കാലഭൈരവൻ. ഉള്ള ദേവന്മാരിൽ മഹാദേവന്, പരമേശ്വരന് മാത്രമേ സമയത്തെ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. ഈ കാർമിക് ലൂപ്പ് എന്ന് പറയുന്നതും കാർമിക് സർക്കിൾ എന്ന് പറയുന്നതും സൈക്കിൾ എന്ന് പറയുന്നതെല്ലാം ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? സമയം, കാലചക്രം, കാലം. ആ കാലത്തെ നിയന്ത്രിക്കുന്നവൻ, അതിനെ ഹരിക്കുന്നവൻ കാലഭൈരവൻ. ശിവൻ വിചാരിച്ചാൽ മാത്രമേ ഒരു കാർമിക് ലൂപ്പിനെ, ഒരു സമയത്തെ നമ്മൾക്ക് ഭേദിക്കാൻ സാധിക്കുള്ളൂ, അതിനെ തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ, അതിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതുകൊണ്ടാണ്, ഈ എക്സാക്ട് കാരണം കൊണ്ടാണ് കറക്റ്റ് യുദ്ധത്തിന് തൊട്ട് മുൻപ് രാമൻ ജ്യോതിർലിംഗം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും മഹാദേവന്റെ അനുഗ്രഹം സ്വീകരിക്കുന്നതും.
അവിടെ വിജയിച്ചു വാ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാവ്യാത്മകമായ അർത്ഥം ഈ കാർമിക് ലൂപ്പ് നീ കാരണം രാമനിലൂടെ, ശ്രീരാമ നിന്നിലൂടെ അത് ബ്രേക്ക് ആവട്ടെ, അത് അവസാനിക്കട്ടെ, അത് നശിക്കട്ടെ, പ്രപഞ്ചം അതിൽ നിന്ന് മുക്തി ലഭിക്കട്ടെ. ഇതാണ് രാമേശ്വരത്തിൻ്റെ ജ്യോതിർലിംഗം. അവിടെയുള്ള ജ്യോതിർലിംഗത്തിൻ്റെ ശക്തി ഈ കഥയിലൂടെ വിവരിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഓരോ മനുഷ്യർക്കും ഉപകാരപ്പെടുക? പ്രപഞ്ചത്തെ മുഴുവനും ദോഷമായിട്ട് ബാധിച്ച രാവണൻ എന്ന കാലചക്രത്തെ തന്നെ ഹരിക്കാൻ രാമേശ്വരത്തെ ജ്യോതിർലിംഗത്തിന്, രാമൻ്റെ കയ്യിലൂടെ ജനിച്ച ആ ഒരു ജ്യോതിർലിംഗത്തിന് സാധിക്കുമെങ്കിൽ നിസാരമായ മനുഷ്യൻ്റെ കാർമിക് ലൂപ്പ് വലിയൊരു കാര്യമാണോ? ഒരിക്കലുമല്ല. രാവണൻ കാലങ്ങളോളം, എത്രയോ വർഷങ്ങളോളം, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ പ്രപഞ്ചത്തെ നോവിച്ചുകൊണ്ടിരുന്നു. അതിനെപ്പോലും തോൽപ്പിക്കാൻ ആ ജ്യോതിർലിംഗത്തിന് സാധിച്ചു. അപ്പോഴാണോ വന്ന് വെറും 80-100 വർഷം മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ കാര്യം? ആൻഡ് മനുഷ്യൻ്റെ കാർമിക് ലൂപ്പുകൾ എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ഭക്ഷണം, പണം, റിലേഷൻഷിപ്പുകൾ, എക്സെട്ര ഞാൻ പറയണ്ടല്ലോ. പലതരത്തിലുള്ള പല സ്റ്റൈലുകൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കോമൺ ആണ് എല്ലാ കാർമിക് ലൂപ്പുകളും. അതുകൊണ്ടാണ് ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ സൗത്തിലുള്ള എല്ലാവരും രാമേശ്വരത്തെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അവർക്ക് കാശിയിലേക്കും പോകാം, പക്ഷേ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലായവർ ജീവിതകാലം മുഴുവനും പല തരത്തിലുള്ള കാർമിക് ട്രാപ്പുകൾ കാരണം, കാർമിക് കണക്ഷൻസ് കാരണം, കാർമിക് പ്രശ്നങ്ങൾ കാരണം, അത് സമ്പാദ്യത്തിൻ്റെ ആയിക്കോട്ടെ, ഭക്ഷണത്തിൻ്റെ ആയിക്കോട്ടെ, ജീവിതത്തിൻ്റെ ആയിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, അവിടെ ഒരു കാർമിക് സൈക്കിൾ ഉണ്ടോ? നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റാതെ ഒരേ സ്ഥലത്ത് തന്നെ കറങ്ങി കറങ്ങി വരുന്നൊരു ലൂപ്പ് ഉണ്ടോ? നിങ്ങൾ പോവേണ്ടത് രാമേശ്വരത്തേക്കാണ്. കാരണം ആ ജ്യോതിർലിംഗമാണ് നിങ്ങളെ കാർമിക് ലൂപ്പിൽ നിന്നും മുക്തി നൽകുന്നത്. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിവിടെ സ്വയംഭു എന്ന് പറഞ്ഞ ലോങ് ടേം കോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് കാർമിക് ക്ലിയറൻസ് ആണ്. ഇതിൻ്റെ ഫൈനൽ സൈക്കിളിലേക്ക്, അവസാനത്തെ മാസങ്ങളിലേക്ക് എത്തുമ്പോൾ അവരോട് പറയുന്ന ഏറ്റവും സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ആണ്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ചില ക്ഷേത്രങ്ങൾ പറയുന്നുണ്ട്, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് രാമേശ്വരമാണ്. കാരണം കർമ്മത്തെ എത്രയും പെട്ടെന്ന് കത്തിച്ച് തീരണമെന്ന് ആഗ്രഹമുള്ളവർ പോകേണ്ടത് അവിടേക്കാണ്. രാവണൻ്റെ കാർമിക് ലൂപ്പ് നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെയും തീർച്ചയായും നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒന്ന് നിങ്ങളുടെ ജീവിതത്തെ നോക്കി നോക്കുക. കഴിഞ്ഞ വർഷങ്ങൾ, നിങ്ങൾ ഇതുവരെ ജീവിച്ച എല്ലാ വർഷങ്ങളും, കുറച്ച് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം എടുത്ത് നോക്കുക. ഒരേ സംഭവങ്ങൾ തന്നെയാണോ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്? ഒരേ ടൈപ്പിലുള്ള ബന്ധങ്ങൾ തന്നെയാണോ നിങ്ങൾ തേടി വരുന്നത്? ഒരേ വിഷമങ്ങളാണോ നിങ്ങൾ അനുഭവിക്കുന്നത്? ഒരേ ദേഷ്യത്തിലൂടെയാണോ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? ശാരീരികമായും മാനസികമായും ഒരേ പ്രശ്നങ്ങളാണോ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനൊന്നും ഒരു പുതുമയുമില്ലേ? ഇത് സത്യമാണെങ്കിൽ നിങ്ങളൊരു കാർമിക് ട്രാപ്പിലാണ്, നിങ്ങളൊരു ചക്രത്തിലാണ്, ഒരു സൈക്കിൾ ട്രാപ്പിലാണ്. നിങ്ങൾ കാലചക്രത്തിൻ്റെ ഒരു ട്രാപ്പിലാണ്. ഇതിനെ നിങ്ങൾ ഒറ്റയ്ക്ക് ശ്രമിച്ചോളൂ, നല്ലതാണ്. പക്ഷെ ഒരു രക്ഷയുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും രാമേശ്വരത്തിലേക്ക് പോവുക. കഴിയുമെങ്കിൽ അതിൻ്റെ പ്രദേശത്ത് അടുത്ത് എവിടെയെങ്കിലും ഒരു 3-4 ദിവസം സ്റ്റേ ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും അവിടെ സ്റ്റേ ചെയ്യാൻ നോക്കുക. കാരണം ഇത് ജ്യോതിർലിംഗമായതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ധ്യാനിക്കാനോ ജപം ചെയ്യാനോ ഒന്നും ചെയ്താൽ നല്ലതാണ്, പക്ഷെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ റേഡിയസിൽ എത്തിയാൽ തന്നെ ധാരാളം. നിങ്ങളുള്ള കാർമിക് ലൂപ്പുകളും അവസാനിക്കും. സോ ഇതാണ് രാമേശ്വരത്തിൻ്റെ ഒരു യോഗിക് പെർസ്പെക്റ്റീവ്. സാധാരണ മനുഷ്യർ ഭക്തിയെ നോക്കിക്കൊണ്ട് പോകുന്നു, പക്ഷേ കർമ്മയിൽ നിന്ന് മോചനം വേണമെന്ന് ഈ സാധാരണ മനുഷ്യരാണെങ്കിലും ആരാണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് രാമേശ്വരത്തെ കാണേണ്ടത്. ഈ പെർസ്പെക്റ്റീവിലൂടെയാണ് അവിടെ നിങ്ങൾ ദർശനം സ്വീകരിക്കേണ്ടത്. നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ, ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച പല കാർമിക് ചക്രത്തിൽ നിന്നും മോചനം രാമേശ്വരം, അവിടുത്തെ ജ്യോതിർലിംഗം നിങ്ങൾക്ക് തീർച്ചയായും നൽകിയിരിക്കും.